വടക്കാഞ്ചേരി നഗരസഭയിൽ നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം നമസ്തേ സ്കീമിൻ്റെ ഭാഗമായി സർവേ ചെയ്ത ഗ്രീൻ വാരിയേഴ്സിന് PPE കിറ്റ് വിതരണം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ PPE കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കർമ്മസേനയെ എല്ലാ ഗവൺമെന്റുകളും അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്ന് നമ്മൾക്ക് തരുന്ന ഈ PPE കിറ്റ്. കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾക്ക് ഒരു കോട്ട് ഉണ്ടായിരുന്നില്ല, ഒരു ടാഗ് ഉണ്ടായിരുന്നില്ല, നമ്മൾക്കൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല, നമ്മളെ ആരും അംഗീകരിച്ചിരുന്നില്ല. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കും ഇല്ല, ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞങ്ങൾ ഹരിത കർമ്മസേനയാണ് വടക്കാഞ്ചേരി നഗരസഭയെ ക്ലീൻ സിറ്റി ആക്കാൻ ചുമതല ഏറ്റെടുത്തവരാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഈ പറഞ്ഞ ഈ ഒരു പരിപാടി തന്നെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഒപ്പം തന്നെ വടക്കാഞ്ചേരിയെ ഒരു ക്ലീൻ സിറ്റി ആക്കാൻ നമ്മൾക്ക് സാധിച്ചു. ഞാൻ നേരത്തെ ഇന്നലെ ഒരു കാര്യം കണ്ടത് ഞാൻ ഇട്ടിരുന്നു. വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഓരോ കിറ്റുകളും വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെല്ലാം കഴുകി ആണിയിൽ തൂക്കിയിട്ടാണ് എൻ്റെ കൂടപ്പറപ്പുകളാണ് ഇതെല്ലാം, എൻ്റെ സഹോദരിമാരാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആ വേസ്റ്റ് എടുക്കുമ്പോൾ അത് ആ പ്ലാസ്റ്റിക്കിൻ്റെ പാലിൻ്റെ കവറാണെങ്കിലും മീൻ വാങ്ങിയ കവറാണെങ്കിലും എല്ലാം നമ്മൾ കഴുകി അത് ആണിയിൽ തൂക്കി ഉണക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ ചാക്കിലിടാറുള്ളൂ. പക്ഷെ ഇന്നലെ കണ്ട ഒരു കാര്യം, ഒരു നമ്മളുടെ ചാക്ക് എന്ന് പറഞ്ഞാൽ അത് നല്ല വെളുത്ത ചാക്കും പുതിയ ചാക്കുകളാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ആ ചാക്കിനോടൊപ്പം നീലയും ചുവപ്പുമുള്ള വേറെ ചാക്കുകൾ അവിടെ ഇരിക്കുകയാണ്. ആ ചാക്ക് ചെരിഞ്ഞപ്പോൾ കണ്ടിജന്റ് സ്റ്റാഫുകൾ തന്നെ വിളിച്ചു വരുത്തി അത് ചെരിഞ്ഞപ്പോൾ കണ്ടൊരു സാഹചര്യം എന്താണെന്നറിയോ? ചിക്കൻ കറി അത് ആ കെട്ടഴിക്കാതെ, അവർക്ക് ആവശ്യമില്ല തോന്നുന്നു, ആ കെട്ടഴിക്കാതെ അത് അങ്ങനെ ചാക്കിൽ ഇട്ടിരിക്കുക. അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും പകുതി ഉപയോഗിച്ചിട്ട്, ചട്നി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ പകുതി ഉപയോഗിച്ച് ആഴ്ചയോളം കെട്ടിവെച്ച ആ ചാക്കാണ് നമ്മളുടെ ചാക്കിനോടൊപ്പം ഇതും കൂടി ഇരിക്കട്ടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യാത്? ഇതെന്താണ് ഈ നാട് ഇന്നും ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നത്? കർശനമായ നടപടി ഉണ്ടാവും എന്നുള്ളത് ഒരു തർക്കവും ഇല്ല കേട്ടോ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ടീമായിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്ത മനോഭാവമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭ അത് ഫൈൻ അടയ്ക്കുകയും അല്ലെങ്കിൽ ആ ചാക്ക് അവരുടെ വീട്ടിൽ തന്നെ വെച്ച് അവർ കഴുകിയിട്ട് ഇങ്ങോട്ട് തരേണ്ടി വരും. ഒരു തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ തീർച്ചയായും അത്തരം ചാക്കുകൾ നിങ്ങൾക്കും നല്ല ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പറയുമ്പോൾ അപ്പം നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ചാക്കല്ല അവിടെ ഇരിക്കണമെന്ന് കണ്ട. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഡോണ്, നമ്മുടെ കൗൺസിലർ ഡോണിന്റെ വീടിന്റെ അടുത്ത് ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് പോയി. അങ്ങോട്ട് പോണ വഴിയിലെ പുതിർത്തി എത്താനായിട്ട് മുന്നേ കുറെ ചാക്കുകൾ നമ്മുടെ ഉണ്ട്. 3 ചാക്ക് ഓറഞ്ച് കളറിലുണ്ട്. ശ്രദ്ധിച്ചോ ഹരിതകർമ്മസേനാംഗങ്ങൾ. 2018 ഫെബ്രുവരി 12 മുതൽ തുടങ്ങിയ ഹരിത കർമ്മസേന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്നും ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതേപോലെ ഹരിത കർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന ചാക്കിനൊപ്പം തദ്ദേശവാസികൾ മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്തിയ സാഹചര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളായ KP മദനൻ, സനീഷ് PG, വിവിധ ഡിവിഷൻ കൗൺസിലർമാർ, CDS ചെയർപേഴ്സൺമാർ, ആരോഗ്യ വിഭാഗം നോഡൽ ഓഫീസർ സിദ്ദിഖുൽ അക്ബർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആരോഗ്യ നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ലളിത PP നന്ദി പറഞ്ഞു.